നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പദവിയാണ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ളത്. നമ്മൾ അതിന് യോഗ്യരല്ലായിരുന്നു, പക്ഷേ ദൈവം നമ്മളെ യോഗ്യരാക്കി മാറ്റി. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ലോകത്തിൽ മറ്റാരും തരാത്ത വലിയ സ്നേഹം നൽകിയാണ് ദൈവം നമുക്ക് ആ പദവി തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണെന്നറിയാമോ? ബിഫോർ ദി ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്, ലോക സ്ഥാപനത്തിനും മുൻപേ. അതായത് നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ദാവീദ് പറയുന്നു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിയമിക്കപ്പെടാതിരുന്നാലും നിന്റെ കണ്ണെന്നെ കണ്ടു. അപ്പൊ നമ്മൾ മറ്റാരും അറിയാത്ത കാണാത്ത സമയത്ത് ദൈവം നമ്മെ കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഗോഡ് ഹാസ് ചൂസൺ us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നിങ്ങൾ സാധാരണക്കാരല്ല. ദൈവം നിങ്ങൾക്ക് നൽകുന്ന പദവി ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള പദവിയാണ്. അതായത് പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ആരുമില്ല എന്ന് പറയരുത്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആ പദവി നാം മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ഹൃദയത്തിൽ പറയുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളാണ് നാം എല്ലാവരും തന്നെ. അപ്പൊ ദൈവം നൽകുന്ന ആ പുത്രത്വത്തിന്റെ പദവിയെ നാം അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. എന്റെ പിതാവ് ദൈവമാണ്, എന്റെ പിതാവാണ് എന്റെ യേശു എന്ന് വിശ്വസിക്കാൻ കഴിയുക, ആ കർത്താവിനെ ആ സ്വന്തം പിതാവായി അംഗീകരിക്കാൻ കഴിയുക. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അവൻ നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. സ്വന്തം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി തന്നത് നമ്മെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പറയുന്നു, അവന്റെ സ്നേഹമാണ് ഏറ്റവും വലിയത്. അപ്പൊ നമ്മുടെ ദൈവമക്കൾ എന്നുള്ള പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, പിന്തിരിയേണ്ട കാര്യമില്ല, വിഷമിച്ചു പോകേണ്ട കാര്യമില്ല. വി ഹാവ് എ പ്രിവിലേജ്, വി ഹാവ് എ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ നമുക്കൊരു പദവിയുണ്ട്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഗോഡ് ഹാസ് ചൂസൺ us. മറ്റാരെക്കാൾ ഉപരിയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയണം, കർത്താവെ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ തിരഞ്ഞെടുത്തതിനായി, എനിക്ക് പദവി തന്നതിനായി, എന്നെ ആ ദൈവ മകനായി മകളായി മാറ്റിയതിനായി നന്ദി എന്ന് പറയണം. കർത്താവിന് വേണ്ടി നാം ഹൃദയം കൊടുത്ത് യേശുവിനെ നാം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ദൈവം നൽകുന്ന പദവിയാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി. മറ്റാർക്കും ഇല്ലാത്ത ഒരു പദവി. ലോകത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും കർത്താവിനെ അറിയുന്നവർക്ക് ദൈവം നൽകുന്ന പദവിയാണ് ദൈവമകൻ, ദൈവമകൾ എന്നുള്ള പദവി. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആ പദവി നിശ്ചയമായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. ആ ഒരു പദവി നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ പദവി നിങ്ങൾക്കുള്ളത് കൊണ്ട് നിരാശപ്പെട്ടും ഒറ്റയ്ക്കാണെന്നും ആരുമില്ലെന്നും പറയേണ്ട. കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുവരെയും അങ്ങനെ ഒരു ബോധ്യമില്ലെങ്കിൽ യേശുവിനുടെ ഹൃദയം കൊടുക്കാനും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുമ്പോൾ ആ പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്കും വ്യാപരിക്കും. നിങ്ങളെ പുത്രൻ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവരും. പുത്രി എന്നുള്ള പദവിയിലേക്കും അംഗീകാരത്തിലേക്കും ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ മകൻ, മകൾ എന്നുള്ള ഒരു വിളിക്ക് അർഹനാണോ? അർഹനല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കർത്താവിനോട് സമർപ്പിക്കാനും ദൈവശബ്ദത്തിനോട് ഏൽപ്പിച്ചു കൊടുക്കാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.